വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ഇവിടെ ട്രാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. നമ്മൾ ടർക്കിക്ക് പോവുകയാണ്. സോ നമ്മളൊരു 4 days കാണും അവിടെ വേറെ 2-3 പേരും കൂടെ ഉണ്ട്. അവരെല്ലാം ഞാൻ എൻ്റെ വ്ലോഗിൽ കാണിക്കാം. ഇനി ഞങ്ങൾക്കിപ്പോൾ സമയമില്ല, ഞങ്ങൾ വേഗം ഇനി ട്രെയിൻ കയറി വിയന്നയിൽ ഫ്ലൈറ്റ് എടുക്കേണ്ടതാണ്. സോ ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. പത്ത് മിനിറ്റിലെത്തും. പക്ഷെ ഞങ്ങൾക്ക് ഒട്ടും സമയമില്ല, ഓടേണ്ടി വരും. വേഗം കൊണ്ടുപോയി ബാഗൊക്കെ ഡ്രോപ്പ് ചെയ്യണം. ഫ്ലൈറ്റ് കിട്ടുമായിരിക്കുമല്ലേ? ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റ് മിസ്സായേനെ. പക്ഷെ എന്തോ ചെറിയ ഭാഗ്യമുള്ളത് കൊണ്ട് ഫ്ലൈറ്റ് നമുക്ക് കിട്ടി. ബാഗ് വെട്ടിച്ചു പോയതാ. ഒരു കെട്ട് ടിഷ്യൂ നമുക്ക് എയർ ഹോസ്റ്റസ് കൊണ്ടു തന്നു. ഫ്ലൈറ്റിന് കുറച്ച് ചോർച്ചയുള്ളത് കൊണ്ട് കുറച്ചൊക്കെ നനഞ്ഞാണ് ഞങ്ങൾ പോയത്. ഫൈനലി നമ്മൾ രാത്രിയായി അവിടെ ലാൻഡ് ചെയ്തപ്പം ഇനിയും ഇവിടെ നിന്ന് ഒരു 1.5 hour കൊണ്ടുണ്ട് ട്രാവല് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് എത്താൻ. ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അടുത്തതായിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ചിൽ പോയിട്ട് ടർക്കിഷ് ലിറ വാങ്ങി. 20 euros നമുക്ക് ഇഷ്ടം പോലെ ടർക്കിഷ് ലിറ കൈ നിറയെ കിട്ടി കേട്ടോ. ഇതെന്നെ ഇത് പേപ്പർ പോലൊക്കെ ഇരിക്കുന്നത്. ആൻഡ് റിഗാർഡിംഗ് വിസ, ഐ തിങ്ക് മെനി ഓഫ് യു പീപ്പിൾ ഓൾറെഡി നോ ഐ ഗസ്. നമുക്കിപ്പം ഏതെങ്കിലും ഒരു ഷെങ്കൻ റീജിയൻ്റെ വാലിഡ് വിസയോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ടർക്കിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ വിസ എടുത്താൽ മതി. സോ നമുക്ക് ഓസ്ട്രിയൻ വർക്ക് പെർമിറ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓൺലൈനായിട്ട് ഈ വിസ എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മളങ്ങനെ ടർക്കിഷ് ലിറയൊക്കെ വാങ്ങിയിട്ട് നേരെ വന്നത് ഈ ഒരു മെഷീൻ്റെ മുന്നിലാണ്. എയർപോർട്ടിലും മെട്രോ സ്റ്റേഷനിലും അതേപോലെ ബസ് സ്റ്റേഷനിലൊക്കെ നിങ്ങൾക്ക് ഈ മെഷീൻ കാണാം. സോ ഈ ഒരു മെഷീനാണ് ഇസ്താൻബുൾ കാർഡ്, അതായത് നമ്മുടെ ട്രാവൽ പാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ. ഇവിടുന്ന് നമുക്ക് കാർഡും എടുക്കാം. അതേപോലെ ആ കാർഡിൽ നമുക്ക് എത്ര രൂപയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റീചാർജും ചെയ്യാം. ഫസ്റ്റ് നമ്മളപ്പം ഈ ഒരു കാർഡാണ് എടുത്തത്. ദാ ഇങ്ങനെയാണ് ഈ കാർഡ് ഇരിക്കുന്നത്. അതിനുശേഷം നമുക്കിത് ടോപ്പപ്പ് ചെയ്യണം. പിന്നെ ട്രാവൽ ചെയ്യുമ്പം ഇതിൻ്റെ അകത്തുനിന്ന് ക്യാഷ് ഓരോ ടാപ്പിലും ഡിഡക്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഓൾമോസ്റ്റ് മിക്ക സ്ഥലത്തും ഈ ഒരു മെഷീൻ കാണും. സോ കാശ് തീർന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ റീചാർജ് ചെയ്യുക. നമ്മളങ്ങനെ മെട്രോയുടെ അങ്ങോട്ട് പോവാണ്. ഐ തിങ്ക് ഈ മെട്രോയുടെ ലാസ്റ്റ് സ്റ്റോപ്പ് അങ്ങോട്ടായിരുന്നു നമുക്ക് ഇറങ്ങേണ്ടത്.
മെട്രോ ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. മാപ്പ് നമ്മളെ ശരിയായ രീതിയിലല്ല കൊണ്ടുപോയത്. സോ ഇടയ്ക്കൊക്കെ വഴി തെറ്റി. ഇത് കൊറേ കേറാനുണ്ട്. കുറച്ച് ടാക്സിക്കാരോട് തന്നെ ചോദിക്കുമായിരിക്കും. ആ കൊച്ചിനിപ്പോൾ ടാക്സിക്കാരോട് തന്നെ സത്യം. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര വെൽക്കം ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് തോന്നിയത്. നമ്മൾക്ക് വഴി തെറ്റിയെന്ന് അറിഞ്ഞ് നമ്മൾ ഒരാളുടെ അടുത്ത് വഴി ചോദിച്ചപ്പം അവർ നമ്മുടെ കൂടെ വന്ന് നിന്ന് ഏത് സ്റ്റോപ്പാണെന്നൊക്കെ പറഞ്ഞു തന്നു. ഒരാൾക്ക് ഇതുവഴി പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ദീപു അപ്പുറത്ത് നിന്നിട്ട് സ്വൈപ്പ് ചെയ്തിട്ട് പെട്ടി മാത്രം കയറ്റി വിട്ടു. ദീപു അപ്പുറത്തുമായി. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് ആളുടെ അടുത്ത് പറഞ്ഞു ഒന്ന് ഓപ്പൺ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ ടാപ്പ് ചെയ്യേണ്ടി വരും. ഇതുവരെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല. ഇനി ഈ ഒരു ബസ്സും കൂടെ കയറണം. 1/2 മണിക്കൂർ യാത്രയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് കുറച്ച് ദൂരം കൂടെ നടന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തും. സമയം ഇപ്പം എത്ര മണിയായി? രാത്രി 12. ഒരുപാട് കറങ്ങിയല്ലേ? ഓടി. പൈസ ഇനി എത്ര ദൂരം കൂടെ ഉണ്ട്? ഇനി ഒരു 1.5 കിലോമീറ്റർ. ഒന്നൊന്നര കിലോമീറ്ററൊക്കെ നടന്ന് ഈ കുന്നും മലയൊക്കെ കയറിയിട്ട് നമ്മളിത് ഇതിൻ്റെ താഴെ എത്തി. ഇനി ഈ ഒരു കുന്നും കൂടെ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീട്ടിലെത്തും. ഇനി ഇത് കേറണം മേള് വരെ. ചില ഏരിയ ഒക്കെ കാണുമ്പോൾ നമുക്ക് ബാംഗ്ലൂരായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നു. ഇത്രയും കയറ്റം കയറുണ്ടായിരുന്നു പിന്നാണ് അറിഞ്ഞത്. ഞങ്ങളെ 2 ആഴ്ചത്തെ കണ്ടിവിടെ. നമ്മളങ്ങനെ ചെന്ന് ഫ്രഷായി നല്ല അടിപൊളി ഭക്ഷണമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനുള്ള ആരോഗ്യമില്ലായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ടർക്കിഷ് വിശേഷങ്ങളൊക്കെ എൻ്റെ അടുത്ത വ്ലോഗിൽ കാണാം.